ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ സയ്യിദ് അവറുകൾ, മറ്റു സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ അഡ്മിന്മാർ, അതിന്റെ കാര്യദർശികൾ, എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മുഅ്മിനീങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ ഒരു ഓൺലൈൻ സംവിധാനത്തിൽ കൂടിയാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഇതൊരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന, എല്ലാ വർഷവും വിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസത്തിൽ നമ്മൾ കൊണ്ടാടുന്ന ബാബുർ റയ്യാൻ എന്ന പ്രോഗ്രാമിന്റെ ഉദ്ഘാടന ദിവസമാണ് ഇന്ന് എന്ന് എല്ലാവർക്കും അറിയാം. നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെയും അതുപോലെ തന്നെ ഉമർ കൊളത്തൂർ സാഹിബ് തുടങ്ങിയവരുടെയൊക്കെ സംസാരം നമ്മൾ ശ്രവിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട റഷീദ് ബാക്കവി ഉസ്താദ് അവറുകൾ മൈക്കിലേക്ക് വരാമെന്നേറ്റു മൈക്കെടുത്തു. പക്ഷേ ചില സാങ്കേതികമായ പ്രയാസങ്ങൾ കാരണം, എന്തെന്നറിയില്ല, ടെക്നിക്കൽ പ്രോബ്ലം ആണോ എന്നറിയില്ല, എന്തായാലും വരാൻ ചില പ്രയാസങ്ങളുള്ളത് കാരണത്താൽ എത്താൻ കഴിഞ്ഞില്ല. എന്തായാലും അവരുമായി കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് പ്രയാസമാവരുത് എന്ന് കരുതിയാണ് ഞാൻ മൈക്കിൽ വന്നത്. പിന്നെ ഉമർ കൊളത്തൂർ സാഹിബ് പറയുണ്ടായി ആരെങ്കിലും ഒന്ന് മൈക്കിൽ വരണമെന്ന്. നാട്ടിൽ സമയം 1 മണി കഴിഞ്ഞു, 1:01 2 മണിക്കൂർ കഴിഞ്ഞ അത്താഴത്തിന് എണീക്കേണ്ട സമയമാണ്. എന്തായാലും ഇങ്ങനത്തെ വിഷയം വരുമ്പോ ഇടപെടുകയല്ലാതെ നിവൃത്തിയില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനുകളെ, ഉസ്താദുമാര് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വരികയാണെങ്കിൽ നമുക്ക് മൈക്ക് വിട്ടുകൊടുക്കാം. പ്രിയമുള്ള മുഅ്മിനുകളെ, നമ്മൾ ഒരുമിച്ച് കൂടിയ വിശുദ്ധമാക്കപ്പെട്ട ഈ മാസത്തിനെ കുറിച്ച് നമുക്കെവർക്കും അറിയാം. പുണ്യങ്ങളുടെ പൂക്കാലമെന്ന് വിശേഷിപ്പിച്ച ഏതൊരാളും പ്രസംഗിക്കുകയാണെങ്കിലും എഴുതുകയാണെങ്കിലും ഒക്കെ പുണ്യങ്ങളുടെ പൂക്കാലമെന്ന് എഴുതിയും പറഞ്ഞുമെല്ലാം പ്രശംസിച്ച ഒരു മാസം, വിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസം. നമുക്ക് ഏവർക്കും അറിയാം, നമ്മൾ നീണ്ട 2 മാസത്തോളം അള്ളാഹുവിനോട് നമ്മൾ സദാസമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണമേ, റമളാനിനെ ഞങ്ങളിലേക്ക് നീ എത്തിക്കണമേ അല്ലാഹ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രത്യേകമായി 2 മാസത്തോളം അള്ളാഹുവിനോട് ദുആ ചെയ്യുകയുണ്ടായി. അതും ആ റമളാനിൽ അള്ളാഹുവിന് ധാരാളം ഇബാദത്ത് ചെയ്യാനും വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫൊക്കെ ധാരാളം പാരായണം ചെയ്യാനും ഒക്കെ നമ്മൾ പ്രത്യേകമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്. അത് പ്രകാരമാണ് നമ്മൾ റമളാൻ നമ്മിലേക്കും എത്തിയത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അള്ളാഹു നമുക്ക് ആയുസ് തന്നു, ആരോഗ്യം തന്നു, ഒരു നോമ്പെടുത്തു കഴിഞ്ഞു. അള്ളാഹുവിന്റെ പ്രത്യേകമായ വിധി പ്രകാരം ഒരു ദിവസം നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. വിശുദ്ധമാക്കപ്പെട്ട റമളാൻ എന്ന് പറഞ്ഞാൽ അത് റംല എന്ന പദത്തിൽ നിന്നാണ് അത് വന്നത് എന്ന് ഭാഷാ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. റംല എന്നാൽ കാലവർഷം വരുന്നതിന്റെ മുമ്പ് വർഷിക്കുന്നതായ മഴയ്ക്ക് പറയുന്നതാണ് ഈ റംല എന്നാൽ. ആ മഴ പെയ്യുന്നതോടുകൂടെ സസ്യലതാദികൾ നല്ലതുപോലെ പുഷ്ടിക്കുന്നതിന് പകരം കാലവർഷം വരുന്നതിന്റെ മുമ്പ് നല്ല വേനൽ ചൂടിന്റെ സമയത്തൊരു മഴ പെയ്യുമ്പോ സസ്യങ്ങളെല്ലാം അതിൽ കരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ആ പദത്തിൽ നിന്നാണ് റമളാൻ എന്ന പദം വന്നത് എന്ന് രേഖപ്പെടുത്തുന്നത് കാണാം. അപ്പൊ റമളാൻ എന്നാൽ കരിച്ചു കളയുന്നത് എന്നർത്ഥം. നീണ്ട 11 മാസത്തോളം
നമ്മുടെ ഇഷ്ടാനുസരണം നമ്മൾ ജീവിക്കുകയും നമ്മൾ ഭക്ഷിക്കുകയും നമ്മുടെ ദേഹേച്ഛകൾക്കെല്ലാം അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോ ഈ ഒരു മാസം നമ്മൾ ചെയ്യുന്നതായ ഇബാദത്തുകൾ, ആരാധനാ കർമ്മങ്ങൾ, നമ്മുടെ ആ വ്രതം, ഇതെല്ലാം കാരണമായി നമ്മുടെ പാപങ്ങളെ അല്ലാഹു കരിച്ചു കളയുന്നു എന്നതുകൊണ്ടാണ് റമളാൻ എന്ന ആ പദം, ആ വാക്ക് അവിടെ ഉപയോഗിച്ചതെന്ന് രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാൻ സാധിക്കുന്നു. മഹാനായിരിക്കുന്ന മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഈ റമളാൻ എന്ന പദത്തിനെ, ഓരോ അക്ഷരത്തിനെയും വ്യാഖ്യാനിച്ചുകൊണ്ട് റമളാൻ എന്ന അതിനൊരു ഫുൾ ഫോം പറയുന്നുണ്ട്. മഹാനായിരിക്കുന്ന മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവർകൾ പറയുന്നു, റാ, റമളാൻ എന്ന പദത്തിലുള്ള അക്ഷരങ്ങൾ റാ, മീം, ളാദ്, അലിഫ്, നൂൻ എന്നിങ്ങനെയാണ്. അതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായിരിക്കുന്ന മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അർ-റാഉ റിദ്വാനുല്ലാഹ്. റാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയെ അത് സൂചിപ്പിക്കുന്നുണ്ട്. അൽ മീമു മഹബ്ബത്തുല്ലാഹ്. മീം റമളാൻ എന്നതിലെ റാ ഒന്നാമത്തെ അക്ഷരം അത് റിദ്വാനുള്ളയാണെങ്കിൽ രണ്ടാമത്തെ അക്ഷരമാകുന്ന മീം അത് മഹബ്ബത്തുല്ലാഹ്, അല്ലാഹുവിന്റെ സ്നേഹത്തിനെയാണ് അത് സൂചിപ്പിക്കുന്നതെന്ന്. മൂന്നാമത്തെ അക്ഷരം ളാദാണ്, അത് അല്ലാഹുവിന്റെ സംരക്ഷണമാണ്, അല്ലാഹുവിന്റെ പ്രൊട്ടക്ഷനാണ് അത് സൂചിപ്പിക്കുന്നതെന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മഹാനായിരിക്കുന്ന മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. നാലാമത്തെ അക്ഷരം അൽ അലിഫു ഇൽഫത്തുല്ലാഹ്, അല്ലാഹുവിന്റെ ഇണക്കത്തിനെയാണ് റമളാൻ എന്നതിലെ നാലാമത്തെ അക്ഷരമാകുന്ന അലിഫ് സൂചിപ്പിക്കുന്നതെന്നും അവസാന അക്ഷരമാകുന്ന അന്നൂനു നൂറുല്ലാഹ്, നൂന് അത് അല്ലാഹുവിന്റെ നൂറാണ്, അല്ലാഹുവിന്റെ പ്രകാശത്തിനെ സൂചിപ്പിക്കുന്നുവെന്ന് മഹാനായിരിക്കുന്ന മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ് അതിന്റെ ആ റമളാൻ മാസത്തിന്റെ പവിത്രത പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. വളരെയധികം ചിന്തിക്കേണ്ട വിഷയമാണ്. ഇനിയും നമുക്ക് ബാബു റയ്യാനിലൂടെ ഒരുപാട് ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങൾ, ഒരുപാട് ഉസ്താദുമാരുടെ നസീഹത്തുകൾ നമുക്ക് കേൾക്കാനിരിക്കുകയാണ്. നമ്മളൊക്കെ കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. എല്ലാ ദിവസവും നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ഉസ്താദുമാരെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ ഒരു സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കട്ടെ. ഇനിയും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പറയാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സുദീർഘമാക്കി പറയുന്നില്ല. അപ്പൊ അത്രത്തോളം പവിത്രമായ പുണ്യമായ ഒരു റമളാനാണ് നമ്മിലേക്ക് വന്നു ചേർന്നിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ റമളാൻ മാസം വരുന്നതിന്റെ മുമ്പ് തന്നെ അതിനുവേണ്ടി തയ്യാറാകുമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഈ നോമ്പ്, റമളാനിൽ നമ്മൾ എടുക്കുന്ന വ്രതം, അത് നമുക്ക് മാത്രമുണ്ടായിരുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അല്ലാഹു പറയുകയാണ്, ഈ സത്യവിശ്വാസികളെ, ഈ നോമ്പ് നിങ്ങൾക്ക് മാത്രമുള്ളതല്ല. കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ട കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളതായ ആളുകൾക്ക്, മുമ്പുള്ളതായ നിങ്ങളുടെ പൂർവികർക്ക് നോമ്പിനെ നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പിനെ ഞാൻ നിർബന്ധമാക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പുലർത്തുന്നവരാവാൻ വേണ്ടി, നിങ്ങൾ അല്ലാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്നവരാവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ നോമ്പിനെ നിർബന്ധമാക്കി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോ, പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മൾ ഇന്ന് നിലകൊള്ളുന്ന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസത്തിലെ ഓരോ പത്തുകളെ ഇങ്ങനെ വേർതിരിച്ചു പറഞ്ഞിട്ടുണ്ട്. അവ്വലുഹു റഹ്മത്തുൻ വഔസതുഹു മഗ്ഫിറത്തുൻ വആഖിറുഹു ഇത്ഖും മിനന്നാർ.
ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയുണ്ടായി. വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ശരീഫിന്റെ ആദ്യത്തെ 10 ദിവസം എന്നുള്ളത് അത് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ 10 അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ പേമാരി വർഷിക്കുന്നതായ 10 ദിവസങ്ങളാണ് വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ശരീഫിന്റെ ആദ്യത്തെ 10 നാളെങ്കിൽ ഔസതുഹു മഗ്ഫിറത്തുൻ, അതിന്റെ നടുവിലുള്ളതായ 10 ദിവസം 20 വരെയുള്ളതായ ആ 10 ദിവസങ്ങൾ അത് മഗ്ഫിറത്തിന്റെ, അള്ളാഹു പ്രത്യേകമായി പാപ മോചനം കൊടുക്കുന്ന, പുറത്തു കൊടുക്കുന്നതായ, അള്ളാഹു പുറത്തു കൊടുക്കുന്ന ഒരു 10 നാളുകളാണ് നടുവിലെ 10 എന്നുള്ളത്. വആഖിറുഹു ഇത്ഖും മിനന്നാർ, അവസാനത്തെ 10 എന്നുള്ളത് അത് നരകമോചനത്തിന്റെ 10. അള്ളാഹു പ്രത്യേകമായി നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന 10 അവസാനത്തെ 10 എന്ന് ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ നിലകൊള്ളുന്ന 10 അത് റഹ്മത്തിന്റെ 10ലാണ്. റഹ്മത്തിന്റെ 10ലാണ്. നമ്മൾ ചോദിക്കുകയാണ്, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത അഊദു ബിക മിനന്നാർ എന്ന് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ പടച്ചോനെ, ഞങ്ങൾക്ക് പുറത്തു തരണേ റബ്ബേ, നിന്നോട് ഞങ്ങൾ സ്വർഗ്ഗം ചോദിക്കുന്നു, നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. ആദ്യത്തെ 10ലാണ് നമ്മളുള്ളത്. ആദ്യത്തെ 10 റഹ്മത്തിന്റെ 10 നമ്മൾ ചോദിക്കുന്നു. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുവേ ഞങ്ങൾക്ക് റഹ്മത്ത് നൽകണേ, റഹ്മത്ത് ചൊരിഞ്ഞേകണേ എന്ന് അല്ലാഹുവിനോട് നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രത്യേകമായ റഹ്മത്ത് കോരിച്ചൊരിഞ്ഞു കൊടുക്കുന്ന ഈ 10ൽ അല്ലാഹുവിന്റെ റഹ്മത്ത് കൊടുക്കുന്ന, അല്ലാഹുവിന്റെ അനുഗ്രഹം വർഷിച്ചു കൊടുക്കുന്നതായ വിഭാഗത്തിൽ അല്ലാഹു നമ്മെ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അല്ലാഹു നമുക്കൊക്കെ ആ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പാതിരാ സമയത്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ക്ലാസ് റൂമിലൂടെ നമ്മൾ പ്രാർത്ഥിച്ചതിന് അല്ലാഹു എത്രയോ ഉത്തരം നൽകിയതിന് എത്രയോ തെളിവുകൾ നമുക്ക് മുമ്പിൽ ധാരാളമുണ്ട്. ഉസ്താദുമാര് വരാത്തത് കാരണമാണ് ഞാൻ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത്. സമയം ഇങ്ങനെ ദീർഘിച്ചു പോവുകയാണ്. എന്തായാലും റമളാനിനെ കുറിച്ച് പറയുമ്പോ അത് നമുക്ക് വല്ലാത്തൊരു ആവേശമാണ്. കാരണം നമ്മൾ നീണ്ട 11 മാസത്തോളം ഇങ്ങനെ ഇഷ്ടാനുസരണം ജീവിച്ചുകൊണ്ട് റമളാൻ വരുമ്പോ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്, അല്ലാഹുവേ ഈ റമളാൻ കഴിയുമ്പോ ഞങ്ങളൊക്കെ പരിപൂർണരായിക്കൊണ്ട് എല്ലാ തെറ്റിൽ നിന്നും വിട്ടുനിന്നിട്ട് അല്ലാഹുവിലേക്ക് അടുക്കുന്നവരായിട്ട്, അല്ലാഹുവിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുന്ന ഒരു വിഭാഗമായിട്ട് നമ്മൾ മാറണമെന്ന ആഗ്രഹമാണ് നമുക്കുള്ളത്. അല്ലാഹു ആ ആഗ്രഹം സഫലമാക്കി തരട്ടെ. വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ശരീഫ് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ പരിപൂർണമായി തെറ്റുകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊടുക്കുന്ന, അല്ലാഹു സ്വർഗ്ഗം കൊടുക്കുന്നതായ വിഭാഗത്തിലെല്ലാം നമ്മൾ ചേരേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായി കണ്ണ് പരിശ്രമിക്കുക. നമുക്കറിയാമല്ലോ, പ്രത്യേകമായ രാത്രിയുള്ളതായ പ്രത്യേകമായ രാത്രിയാകുന്ന ലൈലത്തുൽ ഖദർ, ഖദറിന്റെ രാത്രി എന്നറിയപ്പെടുന്ന ആ ലൈലത്തുൽ ഖദർ നിലകൊള്ളുന്ന മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ശരീഫ്. ഏകദേശം 80 വർഷത്തിലധികം 1000 മാസത്തിനേക്കാൾ പവിത്രത. അത് എത്രയെന്നില്ല, 1000 മാസത്തിനേക്കാൾ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ. 1000 മാസത്തിനേക്കാൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 10000 മാസങ്ങളാവാം, കോടിക്കണക്കിന് മാസങ്ങളാവാം. നമ്മുടെ ഈമാനും നമ്മുടെ തഖ്വയും അനുസരിച്ച് ആ ദിവസം വിശുദ്ധമാക്കപ്പെട്ട ലൈലത്തുൽ ഖദ്റിന്റെ ഖദ്റിന്റെ രാത്രിയിൽ നമ്മൾ അല്ലാഹുവിനോട് തേടിയാൽ, അല്ലാഹുവിന്റെ ഇബാദത്തിനായി കഴിഞ്ഞുകൂടി അല്ലാഹു നൽകുന്നത് 1000 മാസത്തിനേക്കാൾ എന്ന് പറഞ്ഞാൽ എത്രയും ആവാം. അത്രത്തോളം മഹത്വം നിറഞ്ഞ രാവുകളെല്ലാം നമ്മൾക്ക് വരാനിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. വിശുദ്ധമാക്കപ്പെട്ട റമളാൻ മുഴുവനും അതിനെ പ്രതീക്ഷിക്കാം. അതല്ല, റമളാനിലെ ഒറ്റയിട്ട് രാവുകളിൽ പ്രതീക്ഷിക്കാം. അത് തന്നെ അവസാനത്തെ 10ലാണ് പ്രതീക്ഷിക്കേണ്ടത്. ഇങ്ങനെ തുടങ്ങി പല നിലക്കുള്ളതായ അഭിപ്രായങ്ങളും കാണാൻ സാധിക്കുന്നു. എന്തായാലും നീണ്ട ഈ ഒരു മാസം അത് പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നതാണ്. ആ ഒരു മാസം നമ്മൾ ആത്മാർത്ഥതയോടുകൂടെ, ഇഖ്ലാസോടുകൂടെ, അല്ലാഹുവിന്റെ തഖ്വയോടുകൂടെ പ്രത്യേകമായി
രാത്രിയെ ഹയാത്താക്കിയാൽ അള്ളാഹു പ്രത്യേകമായി നൽകുന്ന ഓഫറാകുന്ന ലൈലത്തുൽ ഖദർ അത് നമുക്ക് ആസ്വദിക്കാൻ, അതിന്റെ മഹത്വം ആസ്വദിക്കാൻ കഴിയുമെന്നുള്ളത് തീർച്ചയാണ്. നമുക്കറിയാമല്ലോ, ഒരു 10 രൂപക്ക് റീചാർജ് ചെയ്താൽ 100 രൂപ ടോക്ക് ടൈം കിട്ടുമെന്ന് കാണുമ്പോ നമ്മൾ കടം വാങ്ങിച്ചിട്ടാണെങ്കിലും ഒരുപക്ഷെ റീചാർജ് ചെയ്തേക്കാം. എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ ഓഫർ നൽകുകയാണ് റമളാനിലൂടെ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായത്തിന്. എത്രയോ ഓഫറുകളാണ് അല്ലാഹു നൽകുന്നത്. അത് ഒന്നാമത്തെ രാവ് ഇന്നലെ കഴിഞ്ഞുപോയി. ഒന്നാമത്തെ രാവ് ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കൽ സ്വഹാബാക്കളോട് പറഞ്ഞു, സ്വഹാബത്തെ, നിങ്ങൾക്ക് വരുന്ന ഒരു കാര്യത്തിന് നിങ്ങൾ സ്വീകരിച്ചോളൂ, വരാനുള്ള ഒരു കാര്യത്തിന് നിങ്ങൾ മുറുകെ പിടിച്ചോളൂ, നിങ്ങൾ സ്വീകരിച്ചോളൂ. മഹാനായിരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് കൊണ്ട് ചോദിച്ചു, നബിയെ, വഹി ഇറങ്ങാണോ നബിയെ? വഹി ഇറങ്ങിയോ നബിയെ? എന്ത് സ്വീകരിച്ചു കൊള്ളാനാ നബിയെ ഈ പറഞ്ഞത്? അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സ്വഹാബത്തിനോട്, സ്വഹാബത്തെ, വഹി ഇറങ്ങിയതൊന്നുമല്ല, വരാനിരിക്കുന്നതിനെ സ്വീകരിച്ചോ എന്ന് പറഞ്ഞത് റമളാനാണ് വരുന്നത്. റമളാനാണ് വരുന്നത്. ആ റമളാനിന്റെ ഒന്നാമത്തെ രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കഅബയെ ഖിബ്ലയായി അംഗീകരിക്കുന്ന എല്ലാവരും അല്ലാഹുവോട് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ശഫീഉനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത്തരത്തിലുള്ളൊരു രാത്രി ഇന്നലെ കഴിഞ്ഞുപോയി. ഇനിയുള്ള ഓരോ രാവും ഓരോ രാത്രികളും നമുക്ക് മഹത്വം ഏറിയതാണ്. നമുക്ക് കൂലി സമ്പാദിക്കാൻ, അള്ളാഹുവിലേക്ക് അടുക്കാൻ, അള്ളാഹുവിൽ നിന്നുള്ളതായ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ പറ്റുന്നതായ മാസങ്ങളും ദിവസങ്ങളുമാണ് നമ്മിലേക്ക് വന്നു ചേർന്നിരിക്കുന്നത്. ആരും തന്നെ അതിനെ നിസ്സാരമാക്കി കളയരുത്. ഇന്ന് പല നിലക്കും നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോ പല നിലക്കുള്ള പ്രയാസങ്ങൾ ഒരു പക്ഷേ നമുക്കുണ്ടായേക്കാം. പക്ഷേ എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ഈ ഒരു മാസക്കാലം അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. അതിന് ഇഖ്ലാസ് അനിവാര്യമാണ്. ആർക്കോ വേണ്ടിയല്ല നമ്മുടെ ജീവിതം, ആർക്കോ വേണ്ടിയല്ല, എല്ലാം അള്ളാഹുവിന് വേണ്ടിയാവണം. അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കണം പ്രിയപ്പെട്ടവരെ. അള്ളാഹു എല്ലാം കാണുന്നവനാണ്, അള്ളാഹു എല്ലാം അറിയുന്നവനാണ് എന്നൊരു ബോധത്തോടു കൂടെയാവണം നമ്മുടെ എല്ലാ ആരാധനാകർമ്മങ്ങളും. നമ്മുടെ നോമ്പ് പോലും അങ്ങനെയാവണമല്ലോ. മറ്റുള്ള ഇബാദത്തെല്ലാം, നിസ്കാരമാണെങ്കിൽ ഒരുപക്ഷെ നിസ്കരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് മറ്റുള്ളവർക്ക് ഒരുപക്ഷെ കാണാൻ സാധിക്കും. ഹജ്ജാണെങ്കിൽ കാണാൻ സാധിക്കും, സകാത്താണെങ്കിലും ഒരുപക്ഷെ കാണാൻ സാധിക്കും. പക്ഷേ ഒരാൾക്ക് നോമ്പുണ്ടോ ഇല്ലേ എന്നുള്ളത് മറ്റുള്ളവർക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ടല്ലേ അള്ളാഹു പറഞ്ഞത് അസ്സൗമു ലീ വഅനാ അജ്സീ ബിഹി. അള്ളാഹുവാണ് പറഞ്ഞത്, ഖുദ്സിയായ ഹദീസിലൂടെയാണ് പറയുന്നത്. നോമ്പ് എനിക്കുള്ളതാണെന്നുള്ള പറയാനുള്ള കാരണം അതല്ലേ. അത് മറ്റുള്ളവർക്ക് നോക്കിയാൽ കാണാൻ കഴിയൂല. നോമ്പ് എനിക്കുള്ളതാണ്, ആ നോമ്പിന് കൂലി കൊടുക്കുന്നവൻ ഞാനാണെന്ന് അല്ലാഹു പറഞ്ഞുവെങ്കിൽ മറ്റുള്ള ഇബാദത്തിന് കൂലി കൊടുക്കുന്നത് ഞാനല്ല എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അല്ലാഹു അങ്ങനെ പറഞ്ഞത് ആ നോമ്പിന്റെ മഹത്വം, ആ നോമ്പിനുള്ളതായ പവിത്രത അത് വണ്ണമേറിയതാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ. അല്ലാഹു നല്ലതുപോലെ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ വിശുദ്ധമാക്കപ്പെട്ട റമളാൻ ശരീഫിനെ കുറിച്ച് പറയാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മഹാന്മാർ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി റമളാനിനെ നോമ്പാക്കാനുള്ള കാരണം അല്ലാഹു പറഞ്ഞുവല്ലോ, ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫിനെ അതിൽ ഇറക്കി, ആ ഖുർആനിനെ ഇറക്കി എന്നുള്ളൊരു കാരണമുണ്ട്. ഖുർആനിനെ കുറിച്ച്, ഇന്ന് ഖുർആനിനെ കുറിച്ച് നമുക്ക് ആലോചിക്കുമ്പോ ആ ഖുർആൻ ഓതാനോ ഖുർആൻ പാരായണം ചെയ്യാനോ ഒന്നൊന്നും നമുക്ക് നേരമില്ല, ടൈമില്ല. മറ്റെന്തിനും നമുക്ക് സമയമുണ്ടെങ്കിലും ആ മുസ്ഹഫ് ഒന്ന് തുറന്നു നോക്കാനുള്ള ഒരു സമയമില്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പ്രിയപ്പെട്ടവരെ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം
ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ഖാരി ഉസ്താദ് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഖുർആന്റെ അഹ്ലുകാരെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ റമളാൻ അല്ലാത്ത 11 മാസങ്ങളിലായി 2 ഖത്തം ഓതി തീർക്കൽ ഒരു മനുഷ്യൻ ഖുർആനിനോട് ചെയ്തു കൊടുക്കേണ്ട ബാധ്യതയാണത്രേ. പക്ഷേ നമുക്ക് 2 ഖത്തം പോയിട്ട് പ്രത്യേകമായ സൂറത്തുകൾ പോലും, ബാക്കി സൂറത്ത്, തബാറക സൂറത്ത് എന്ന് തുടങ്ങിയ പ്രത്യേകമായ സൂറത്തുകൾ പോലും നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ ഓതി പതിവാക്കാനുള്ളതായ സമയം പോലും, അതിന് പോലും നമുക്ക് ടൈമില്ല. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സമയമുണ്ടെങ്കിലും അത്രത്തോളം നമ്മൾ അതപ്പതിച്ചു പോയിരിക്കുകയാണ്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് പ്രിയപ്പെട്ടവരെ. എന്ത് ജോലി തിരക്കുണ്ടെങ്കിലും, എന്ത് പ്രയാസമുണ്ടെങ്കിലും, എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും അള്ളാഹു ഉണ്ട്. അള്ളാഹു എല്ലാം കാണുന്നവനാണ്, അള്ളാഹു എല്ലാം അറിയുന്നവനാണ് എന്നൊരു ബോധം, ആ ബോധം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും വേണം പ്രിയപ്പെട്ടവരെ. ആ ഒരു ബോധം നമുക്കില്ലെങ്കിൽ, അള്ളാഹുവിനെ കുറിച്ചുള്ളതായ ആ ബോധം നമുക്കില്ലെങ്കിൽ, അള്ളാഹുവിനെ കുറിച്ചുള്ളതായ ഒരു ചിന്ത നമുക്കില്ലെങ്കിൽ നമ്മുടെ റൂട്ട് ക്ലിയർ ആവുകയില്ല. നമ്മുടെ റൂട്ട് ശരിയാവണമെങ്കിൽ അള്ളയുണ്ട്, അള്ള എല്ലാം അറിയുന്നവനാണ്, അള്ളാഹു എല്ലാം കാണുന്നവനാണെന്ന ബോധം വേണം. ആ ബോധം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഖുർആൻ ഓതാനും തോന്നും, നോമ്പ് നോക്കാനും നിസ്കരിക്കാനും മറ്റുള്ള ഇബാദത്ത് ചെയ്യാനും അള്ളാഹുവിലേക്ക് അടുക്കാനും നമുക്ക് കഴിയും. കാരണം അങ്ങനെയുള്ളൊരു ബോധം ഉണ്ടായത് കൊണ്ടാണ് മഹാനായിരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും കവലച്ചട്ടമ്പിയായി ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഴുത്തറുക്കാൻ വേണ്ടി ഊരിപ്പിടിച്ച വാളുമായി വന്നതായിരുന്നു മഹാനായിരിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് വാദയ്ക്ക് സമയമായപ്പോൾ പള്ളിയിൽ വന്നിരുന്ന് തന്റെ താടി രോമത്തിലൂടെ കണ്ണീർ കണങ്ങൾ ചാലിട്ടൊഴുകിയിട്ട് അള്ളാഹിനോട് കരഞ്ഞു പോയെങ്കിൽ അത് അള്ളയുണ്ടെന്ന ബോധം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ഹൃദയത്തിൽ വന്നതുകൊണ്ടാണ്. ആ അള്ളാഹുവിനെ ഓർക്കാൻ, അള്ളാഹുവിന്റെ മഹത്വത്തിനെ കുറിച്ച്, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ നല്ലതുപോലെ ചിന്തിക്കാനുള്ള അവസരമാണ് വിശുദ്ധമാക്കപ്പെട്ട റമളാൻ നമ്മോട് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ റമളാൻ കഴിയുന്നതിന്റെ മുമ്പ് അള്ളാഹുവിനെ മനസ്സിലാക്കുക, നല്ലതുപോലെ എല്ലാ തെറ്റിൽ നിന്നും. എന്തൊക്കെ തെറ്റുകുറ്റങ്ങൾ, മനുഷ്യ സഹജമാണ് തെറ്റുകൾ ചെയ്തു പോവുക എന്നുള്ളത്. മനുഷ്യ സഹജമാണ്. സാഹചര്യങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട്, കാലത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ടുകൊണ്ട് നമ്മളൊക്കെ തെറ്റുകൾ ചെയ്തു കൂട്ടിയവരാണ്. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പടച്ച തമ്പുരാനോട് കരഞ്ഞുകൊണ്ട് യാചിക്കുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്നത് തീർച്ചയാണ്, ഉറപ്പാണതിൽ സംശയമില്ല. പ്രത്യേകിച്ച് റമളാൻ മാസത്തിലാകുമ്പോ എല്ലാത്തിനും വേണ്ടത് ആത്മാർത്ഥതയാണ്. ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുണ്ട് നിങ്ങളോട്, ആത്മാർത്ഥതയാണ് എല്ലാത്തിനും ആവശ്യമുള്ളത്. ആത്മാർത്ഥതയില്ലാതെ എന്ത് നോമ്പ് നോച്ചിട്ടും കാര്യമില്ല, എന്ത് നിസ്കരിച്ചിട്ടോ, എന്ത് തറാവീഹ് നിസ്കരിച്ചിട്ടോ, എന്ത് ചെയ്തിട്ടും തന്നെ കാര്യമില്ല. എല്ലാത്തിനും വേണ്ടത് ആത്മാർത്ഥതയാണ്. ഇഖ്ലാസ് ഇല്ലാതെ ഒന്നും നേടാൻ നമുക്ക് കഴിയൂല പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇഖ്ലാസ് ഇല്ലാതെ കഴിയില്ല. കാരണം لا ينظر الله إلى أجسامكم ولا إلى صوركم ولكن ينظر إلى قلوبكم. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ രൂപലാവണ്യത്തിലേക്കോ, നിങ്ങളുടെ സൗന്ദര്യത്തിലേക്കോ, നിങ്ങളുടെ ഭൗതികമായ ശരീരത്തിലേക്കോ, നിങ്ങളുടെ രൂപലാവണ്യത്തിലേക്കോ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നില്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏത് ഇബാദത്ത്, റമളാൻ ആവട്ടെ അല്ലാത്ത സമയമാവട്ടെ, നമ്മൾ എന്ത് തന്നെ ചെയ്യുകയാണെങ്കിലും അതിലൊരു ആത്മാർത്ഥത ആവശ്യമാണ്. ഇല്ല എങ്കിൽ എത്ര തന്നെ ഇബാദത്ത് ചെയ്തിട്ടും അള്ളാഹുവിന്റെ അടുക്കൽ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടെ ചെയ്യാൻ ശ്രമിക്കുക. നമുക്കറിയാമല്ലോ, നമ്മുടെ നാടുകളിൽ ഏറ്റവും കൂടുതൽ മഹത്വമുള്ള ഒരു വിഭാഗമാണ് പണ്ഡിതന്മാരെന്നുള്ളത്, ഉസ്താദുമാരെന്നുള്ളത്. നാടുകളിലൊക്കെ വളരെയധികം ആദരവ് കൊടുക്കുന്ന, ബഹുമാനം കൊടുക്കുന്ന ഒരു വിഭാഗമാണല്ലോ പണ്ഡിതന്മാര്. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗമാണ് ശുഹദാക്കള്. യുദ്ധത്തിൽ ഷഹീദായി
ഷഹീദായി പോകുന്നവര്, മറ്റൊരു വിഭാഗമാണ് ദാനധർമ്മം ചെയ്യുന്നതായ ധർമ്മിഷ്ഠര്. എന്നാൽ ഇവർക്ക് പോലും അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, ഇവർക്ക് പോലും ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ അത് ഇഖ്ലാസ് ഇല്ലാതെയാണെങ്കിൽ ഏത് പണ്ഡിതനായിട്ടും കാര്യമില്ല, അതുപോലെ തന്നെ ഏത് വലിയ ഷഹീദായിട്ടും കാര്യമില്ല, എത്ര വലിയ ധർമ്മം ചെയ്യുന്ന ആചാര്യരായിട്ടും കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, നാളെ മഹ്ശറ വൻസഭയിൽ ഒരു പണ്ഡിതനെ ഹാജരാക്കിയിട്ട് ആ പണ്ഡിതനോട് അവന് നൽകിയതായ നിഅമത്തുകളെ കുറിച്ച് ചോദിക്കുമ്പോ ഇൻഷാ അല്ലാഹ് ബാക്കി പിന്നീട് സംസാരിക്കാം. ബഹുമാനപ്പെട്ട ബഷീർ ബഖവി ഉസ്താദ് വന്നിട്ടുണ്ട്. മൈക്ക് ശരിയാണെന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് സംസാരിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഉസ്താദിന് വേണ്ടി മൈക്ക് റിലീസ് ചെയ്യുന്നു ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും.